അന്തരിച്ച വിഖ്യാത സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർ പഠിച്ച കുമരനെല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നും നിധി പോലെ കാത്തുസൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അന്നത്തെ എം.ടിയുടെ അറ്റൻഡൻസ് രജിസ്റ്റർ. എം.ടി വിടവാങ്ങിയതോടെ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും അധ്യാപകരും. കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോഴും മങ്ങാതെ നിധി പോലെ കാത്തുസൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എം.ടി. വാസുദേവൻ നായരുടെ പേരടയാളപ്പെടുത്തിയ അറ്റൻഡൻസ് രജിസ്റ്റർ. 1944-1945 കാലത്തെ 3ാം ഫോറം ക്ലാസ്സിലാണ് വാസുദേവൻ എം.ടി എന്ന പേരുള്ളത്. ആ വർഷത്തെ 189 അധ്യയന ദിനങ്ങളിൽ 162ലും ഹാജരായിട്ടുണ്ട്. എം.ടി പഠിച്ച കാലഘട്ടത്തിലെ ആ രജിസ്റ്റർ ഞങ്ങൾ വളരെ ആദരവോടുകൂടി ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഓരോ കുട്ടിയും അത് കാണുമ്പോൾ അവരുടെ ജീവിതത്തെ തന്നെ എങ്ങനെ എടുക്കാമെന്നുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എം.ടിയുടെ ഈ വിയോഗം ഞങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ വേദന ചെറുതല്ല. മലയാള സാഹിത്യ ലോകത്തിന് ജ്ഞാനപീഠ ജേതാക്കളായ 2 മഹത് വ്യക്തിത്വങ്ങളെയാണ് കുമരനെല്ലൂർ സ്കൂൾ സംഭാവന നൽകിയത്. ആ സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമെന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കുവച്ചു. എം.ടിയും അക്കിത്തവും പഠിച്ച കുമരനെല്ലൂരിൽ 2 ജ്ഞാനപീഠ പുരസ്കാരങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അവർ രണ്ടാളും പഠിച്ചത്. അവർ പഠിച്ച സ്ഥാപനത്തിൽ പഠിക്കാൻ കഴിഞ്ഞതാണ് കുമരനെല്ലൂർക്കാരായ ഞങ്ങളുടെ ഏറ്റവും വലിയ അഹങ്കാരം. GCAP എന്ന് പറയുന്ന കുമരനെല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അലുമിനി അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ മെമ്പർഷിപ്പ്, ഓണററി മെമ്പർഷിപ്പ് തുഞ്ചമ്പറമ്പിൽ അദ്ദേഹത്തിന് നേരിൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ GCAP എന്ന് പറയുന്ന ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ കുമരനെല്ലൂർ രൂപീകരിച്ചത്. ആ രൂപീകരണത്തിൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ കഴിഞ്ഞു തന്നെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണുകയാണ്. എം.ടി. വാസുദേവൻ നായരെയും അക്കിത്തം അച്യുതൻ നമ്പൂരിയെയും ഓർമ്മിക്കാത്ത ഒരു ദിവസവും കുമരനെല്ലൂര് ജനിച്ച് ജീവിക്കുന്ന ആർക്കും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം നമ്മുടെ സാംസ്കാരിക മണ്ഡലവുമായി അവർ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ അവർ ഇവിടുത്തെ നിത്യ സന്ദർശകരായിരിക്കില്ല. എം.ടി ഒക്കെ കോഴിക്കോട് പോയതിനു ശേഷം വല്ലപ്പോഴും മാത്രം ഇവിടെ വരുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ വേര് മുഴുവൻ കുമരനെല്ലൂരിലും കൂടല്ലൂരിലുമാണ്. കൂടല്ലൂരിൽ നിന്ന് ദിവസവും കുമരനെല്ലൂരിൽ വന്ന് പഠിച്ചു പോയ ആ ഒരു ചരിത്രം എം.ടി എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. ഈ വിദ്യാലയമാണ്, ഈ വിദ്യാലയത്തിലെ വായനശാലയാണ്, ഈ വിദ്യാലയത്തിലെ അധ്യാപകരാണ്. അതിൻ്റെ കൂടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അക്കിത്തത്തിലെ വലിയ ഗ്രന്ഥശാല, ഇതൊക്കെയാണ് തന്നെ താനാക്കിയതെന്ന് എം.ടി എപ്പോഴും പറയാറുണ്ട്. ആ വിശാലമായ വായനയും എഴുത്തുമാണ് നമുക്ക് വലിയൊരു എഴുത്തുകാരനെ സമ്മാനിച്ചത്. കുമരനെല്ലൂരിൻ്റെ ഓർമ്മകൾ എപ്പോഴും എവിടെ വെച്ചും എം.ടി പറയാറുണ്ട്. മാത്രമല്ല എം.ടിയുടെ വിദ്യാലയത്തിൽ പഠിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു വലിയ അഭിമാനം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. സ്കൂളിൽ ഒത്തുകൂടിയ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് രാജീവ് പാറയിൽ, സെക്രട്ടറി V.L. ലത്തീഫ്, സ്മരണിക ചീഫ് എഡിറ്റർ P.V. നാരായണൻ മാസ്റ്റർ, ട്രഷറർ സുനിത C.K, നാരായണൻകുട്ടി മാസ്റ്റർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ദിവാകരൻ, ഖാലിദ് എന്നിവരെ കൂടാതെ നിരവധി അംഗങ്ങളും അധ്യാപികമാരും എം.ടിയുടെ ചിത്രത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചു. NCV ന്യൂസ്, തൃത്താല.